ട്രെൻഡായി മാറുകയ ഒരു യോക്ക് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനു വേണ്ടി 2 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്കൊരു 9 മുതൽ 10 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് യോക്ക് ടോപ്പ് വളരെയധികം നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ എടുക്കുന്ന ടോപ്പിൻ്റെ മുഴുവൻ ലെങ്ത്ത് 26 ഇഞ്ചാണ്. ഇതിൽ യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് കട്ടിംഗ് ആണ്. അപ്പോൾ യോക്കിന് വേണ്ടി നമുക്ക് കട്ട് ചെയ്യാം. യോക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൽ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്തോട്ട് 7 ഇഞ്ച് എടുത്തിട്ട് 4 പീസ് എന്ന രീതിയിൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ അളവുകൾ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം കട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഷോൾഡർ എടുക്കുന്നത് 13 ഇഞ്ചാണ്. മൊത്തത്തിൽ ഷോൾഡർ അതിനെ നമ്മൾ 2 ഭാഗമായിട്ട് 6 ഇഞ്ച് എടുത്തു കൊടുക്കുക. ഷോൾഡറിന് ശേഷം കഴുത്തിൻ്റെ അകലം ഞാൻ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. കാരണം ഇതിന് ടോപ്പിന് ഞാൻ ബാക്ക് ഭാഗത്ത് ഓപ്പണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹുക്ക് വെച്ച് കൊടുക്കുക ഷിബ് ഒന്നും തന്നെ വെച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തല ഇറങ്ങുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള നെക്ക് തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം കുറവാക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ച് അടയാളപ്പെടുത്തി സ്ക്വയർ ചെയ്ത് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഇഞ്ചും സ്ക്വയർ ചെയ്ത് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 6 ഇഞ്ചിൽ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ആം ഹോളൊന്നും അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല. ആം ഹോൾ നമുക്ക് സ്കേർട്ട് ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വെട്ടിയെടുക്കുക. നമുക്ക് സ്കേർട്ട് ഭാഗം കട്ട് ചെയ്യാം. സ്കേർട്ട് ഭാഗത്തിന് നമ്മൾ എടുത്തത് മൊത്തം ലെങ്ത്ത് പറഞ്ഞത് 26 ഇഞ്ചാണ്. അതിൽ യോക്ക് 7 ഇഞ്ച് പോയി ബാക്കി 19 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്ത് 25 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. ഓക്കെ, സ്കേർട്ട് വരുന്നത് സാധാരണയായിട്ട് യോക്കിൻ്റെ 2 മടങ്ങാണ് നമുക്ക് വേണ്ടത് തുണി. നിങ്ങൾ പ്ലീറ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് 2 മടങ്ങോ 3 മടങ്ങോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എടുക്കുന്നത് 2 മടങ്ങാണ്. അപ്പോൾ അതിൻ്റെ യോക്കിൻ്റെ വീതി എടുത്തത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് പ്ലസ് 14 ഇഞ്ചിലേക്ക് നമ്മൾ ചേർത്ത് മൊത്തം 28 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഒറ്റ കട്ടിങ്ങാണ് കൊടുക്കുന്നത്. 28 ഇഞ്ച് 2 ഇരട്ടി ആകുമ്പോൾ നമുക്ക് 56 ഇഞ്ച് 56ലേക്ക് നമ്മൾ 2 ഇഞ്ച് നമ്മൾ ആം ഹോൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടി വേണ്ടി അതിനു വേണ്ടി 2 ഇഞ്ച് കൂടി അതിലേക്ക് പ്ലസ് ചെയ്ത് 58 ഇഞ്ച് നീളത്തിലാണ് തുണിയെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 58 ഇഞ്ച് വീതിയിൽ തുണി എടുക്കുന്നു. നീളം വരുന്നത് 20 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തുണിയെ നമുക്ക് 4 ഭാഗമാക്കി മടക്കിയെടുക്കാം. ഫോൾഡുള്ള ഭാഗം നമ്മുടെ വശത്തേക്ക് ആയിരിക്കണം ശ്രദ്ധിക്കുക. അവിടെയാണ് നമുക്ക് യോക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്നത്. ബാക്കി ഭാഗത്ത് നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതിൽ ചെസ്റ്റ് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇഞ്ച് ആം ഹോളിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ ചെയ്ത് 1.5 ഇഞ്ച് തായ് ഭാഗത്തും അടയാളപ്പെടുത്തി കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ബാക്കി വരുന്നത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്. പ്ലീറ്റിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ആ സെൻറ്റർ ഭാഗത്തൊരു നോച്ചസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്കവിടെ കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് 16 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അതുകൊണ്ട് തന്നെ 14 ഇഞ്ച് നമുക്ക് യോക്ക് ഭാഗം കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 ഇഞ്ചാണ് ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിവശം ഒന്നും കൂടി നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ സാധാ കുർത്തികളിലെല്ലാം ചെയ്യണം. ഇത്തരത്തിലുള്ള ഈ തൂങ്ങൽ ഒഴിവാകാൻ വേണ്ടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി 2 ഭാഗമാക്കി മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആം ഹോൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തം 8.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം അടിഭാഗത്ത് സ്ലീവിൻ്റെ നീളമല്ല അടിഭാഗത്ത് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. സ്ലീവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ നീളം ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല. 2 സ്ലീവ് ഒരുമിച്ചാണ് നീളത്തിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യുന്നത്. അടിഭാഗത്ത് വീതിയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. വീതി അലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ വീതി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പീസ് 2 തുണി
ആയിട്ട് 2 ഭാഗങ്ങളായിട്ട് മടക്കിയെടുത്തിട്ട് അതിലേക്ക് ഈ സ്ലീവ് കട്ട് ചെയ്ത സ്ലീവ് വെച്ചിട്ട് മറ്റേ സ്ലീവ് അങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. ഇത് 1/4 സ്ലീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അല്ല, അടിഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എലാസ്റ്റിക് ഏറ്റവും ലാസ്റ്റിലല്ല വെച്ച് കൊടുക്കുന്നത്, 2 ഇഞ്ച് മുകളിൽ ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 1/2 ഇഞ്ച് മാത്രമേ ഞാൻ അടിവശത്ത് മടക്കി തയ്ക്കുന്നുള്ളൂ. 15 ഇഞ്ച് സ്ലീവിൻ്റെ നീളം എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അത് കട്ട് ചെയ്യുന്ന. ഇനി ഞാനൊരു ക്രോസ് പീസ് 2 ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്ക് നെക്കിലും ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും കൂടി എടുക്കുക. ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് തിരിച്ചടിക്കുക കേട്ടോ. പതിച്ചടിയും കൂടിയും കൊടുക്കണം. അങ്ങനെ ഫ്രണ്ടും ബാക്കും നെക്കുകൾ ചെയ്തെടുക്കുക. നല്ല വശം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്കിൻ്റെ നല്ല വശത്താണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത് ആദ്യം. എന്നിട്ട് ബാക്ക് ഭാഗത്തേക്ക് തിരിച്ചെടുക്കണം. അങ്ങനെ നെക്കുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വലിയ സ്റ്റിച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ വരുന്നൊരു നൂലിൻ്റെ തല എടുത്തിട്ട് അതിങ്ങനെ വലിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് അത് വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യോക്കിൻ്റെ എത്രത്തോളം അളവുണ്ടോ അതിനനുസരിച്ച് അതിന് നിയന്ത്രിച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സ്കേർട്ടിൻ്റെ ഭാഗത്ത് നല്ല വശവും യോക്ക് ഭാഗത്ത് നല്ല വശവും കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വശവും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ച്ച് കൊടുക്കണം. 1/4 ഇഞ്ച് കനത്തിലാണ് 2 സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവുകൾ ഇവിടെ വെച്ച് കൊടുക്കാം. ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോച്ചസ് ഇട്ട് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കണം, ഓവറായിട്ട് വലിച്ച് പിടിക്കരുത്. അപ്പം നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പതിയെ തയ്ച്ച് കൊടുക്കണം. 2 സ്ലീവുകളും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. 1/4 ഇഞ്ച് ഇതിൽ 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റിൽ സ്ലീവുകളെല്ലാം തയ്ച്ചെടുക്കുക. പതിയെ തയ്ച്ചെടുക്കണം. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ടോപ്പുകളിലൊക്കെ അത്യാവശ്യം വീതിയിൽ തന്നെ സ്ലീവ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവ് നല്ല ലൂസിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. എലാസ്റ്റിക്കുള്ള സ്ലീവുകൾ പൊതുവെ ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനു വേണ്ടി സ്ലീവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ 2 ഇഞ്ച് മേൽഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം 2 ഇഞ്ചിൽ നമുക്ക് മേൽഭാഗത്തൊന്ന് ചോക്ക് കൊണ്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് 4.5 ഇഞ്ച് നീളത്തിലാണ് എലാസ്റ്റിക് എടുത്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ഫസ്റ്റിന്ന് എലാസ്റ്റിക് മെല്ലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ അത് വലിച്ചെടുക്കുക കേട്ടോ. വലിച്ചിട്ട് 2 വശത്തും വലിച്ച് പിടിച്ചിട്ട് അടിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം എലാസ്റ്റിക് ലോക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒന്നായിട്ടിത് മേലോട്ട് പോരും. അപ്പോൾ അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അറ്റം വരെ നല്ല രീതിയിൽ വലിച്ച് പിടിക്കുക. സ്ലീവിൻ്റെ അറ്റം വരെ വലിച്ച് പിടിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ 2 ഭാഗവും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ തയ്ച്ചൽ കഴിഞ്ഞു. ഇതാണ് എലാസ്റ്റിക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. അതിന് ശേഷം നമുക്ക് 2 സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്യാൻ. സ്ലീവും
ഷേപ്പിൻ്റെ ഭാഗത്തും യോക്ക് ഭാഗം സ്കേർട്ടിൻ്റെ ഭാഗമൊക്കെ തയ്ച്ചെടുക്കുക. തുണി ഉള്ളിലോട്ട് മടങ്ങി പോകുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ തയ്ച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് തായ് ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ക്കണം. ഒരു കാലിഞ്ചിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. ഞാൻ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഗ്ലൂ കൊണ്ട് ചെറിയ സ്റ്റോണിന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ടിങ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.